അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമില്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഒരു കുട്ടി ഡേ ഇൻ ലൈഫാണ്. ഞാനിപ്പോൾ വ്ലോഗ് എൻഡ് ചെയ്യുന്ന സമയത്താണ് വ്ലോഗിന് ഇൻട്രോ എടുക്കുന്നത്. ഇന്നത്തെ വ്ലോഗ് കുറച്ച് സ്പെഷ്യൽ തന്നെയാണ്. സോയിക്ക് ആദ്യമായിട്ട് ഗോൾഡ് കെട്ടിയൊരു ദിവസമാണ്. കൊണ്ടുവരുന്ന ഉമ്മയും ഇവരൊക്കെ വന്നിരുന്നു, ഉമ്മയും നാത്തുമാരൊക്കെ വന്നിരുന്നു, ഉപ്പൊക്കെ വന്നിരുന്നു. അപ്പം അവർ വന്ന വിശേഷങ്ങളും കൂട്ടത്തിൽ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് വ്ലോഗ് കണ്ടാലോ. ഇത് പിന്നെ ഉമ്മയും ഞാനും കൂടി 2 ദിവസം മുന്നായിട്ട് സോയിക്ക് ഗോൾഡ് എടുക്കാനായിട്ട് ഉമ്മാൻ്റെ വക എടുക്കാനായിട്ട് അങ്ങനെ വലിയൊരു ജ്വല്ലറിയിൽ പോയിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന അവിടെ നിന്ന് കുറച്ച് പോന്നാൽ മതിയിട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഈ ഒരു ജ്വല്ലറിക്ക്. അൽമജാൽ ജ്വല്ലറിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് ആദ്യം നോക്കുന്നത് വളയിലാണ് കേട്ടോ. ഉമ്മാക്ക് ഇഷ്ടം വള എടുക്കാനാണ്. അപ്പോൾ സോയിക്കിതാ വള തന്നെയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഒരുപാട് മോഡലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിതാ അത്യാവശ്യം ഒരു ഉറപ്പൊക്കെ ഉള്ള ടൈപ്പ് കേട്ടോ, ഒരു പിരിഞ്ഞാണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആ ഒരു മോഡൽ നോക്കിയിട്ട് അവിടെ വെച്ച്. പിന്നെ കറുത്ത മുത്ത് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയാണല്ലോ കുട്ടികൾക്ക് ഇട്ടാൽ കാണാൻ. അപ്പോൾ അതിലും ഞാൻ നോക്കിയിരുന്നു. ഇതൊക്കെ പിന്നെ 2 ഗ്രാം 1 ഗ്രാം അതിലാണ് വരുന്നത്. ഈ ഒരുപാട് ബ്ലാക്ക് മുത്ത് അതിൻ്റെ അടിയിൽ ഗോൾഡ് വരുന്നത് അത് 1 ഗ്രാം. പിന്നെ അടുത്തടുത്ത് ഇതാ ഗോൾഡ് വരുന്നത് അതൊക്കെ 2 ഗ്രാമിൻ്റെതുമാണ്. അങ്ങനെ 2 ഗ്രാം 1 ഗ്രാം അതിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. ഇത് വെറുതെ നോക്കിയതാ. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് ഇതും കൈമട്ടാലെ കുട്ടികൾക്ക് കാണാനായിട്ട്. അപ്പോൾ ഞാൻ അതും ഇങ്ങനെ നോക്കുന്നതായിരുന്നു. അതുപോലെ ബ്രേസ്ലെറ്റിലൊക്കെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം ആ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇറങ്ങുന്നതാണ്. അങ്ങനെ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയിട്ടുള്ളത് വെന്നൂരുള്ള ഭാരതിക്കാണ്. ഇവിടുന്ന് കുറച്ച് സാധനം എടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് ഹൈമോൾക്ക് വേണം കേട്ടോ ഈ ഒരു പെൻസിൽ. അപ്പോൾ പറഞ്ഞപ്പം ഓൾക്കൊന്നും എടുത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ദാനുവിനും പപ്പൂസിനും കൂടി എടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അടിയാവും. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഉമ്മത ബേക്കറി ഇതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സോപ്പ് ഇതാ ഇവിടുത്തെ താത്താർക്ക് കൊടുക്കാച്ചിട്ട് എടുക്കുന്ന കുളിപ്പിക്കുന്ന കുട്ടീനൊക്കെ കുളിപ്പിക്കുന്ന താത്താർക്ക്. നമ്മൾ വീട്ടിലാണെങ്കിലും നാപ്പിൻ്റെ അന്ന് ഒരു കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ സോപ്പ് അത്രയൊക്കെ കൊടുക്കല്ല. അപ്പോൾ അതുപോലെ ഇവിടെയും ഒസാമാരനാണ് കേട്ടോ കുളിപ്പിക്കുന്നതൊക്കെ ഒസാത്തിയാൽ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു സന്തോഷത്തിന് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇതാ സോപ്പ് എടുത്തിക്കണ്. പിന്നെ കൂട്ടത്തിൽ അത്രയും വാങ്ങിക്കണ്. പിന്നെ കുറച്ച് നെക്സ്റ്റ് സ്വീറ്റ് ഐറ്റംസൊക്കെ വാങ്ങി. അതുപോലെ ഹൈമോളത് അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തിങ്ങനെ അങ്ങനെ എല്ലാം വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ നമ്മൾ തിരിച്ച് സൈനിൽ തന്നെ എത്തിട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇത് തന്നെയായിരുന്നു കേട്ടോ. കുറേ മോഡലുണ്ടായിരുന്നു.
പിന്നെ നമുക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഇഷ്ടമായ ആ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഉറപ്പൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇട്ടാലും പെട്ടെന്നൊന്നും കേടുവരാത്ത നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. സിമ്പിളായിങ്ങാണ്ട് ഉള്ളൊരു മോഡലാണ്. അപ്പോൾ ഉമ്മാക്ക് ഇത് തന്നെയാണ് കേട്ടോ ഇഷ്ടമായത്, എനിക്കും അതന്നെ. അങ്ങനെ പിന്നെ അതന്നെ എടുത്ത്. ഇത് പിന്നെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവരുന്ന എല്ലാവരും വന്നിരുന്നു കേട്ടോ. ജോയിക്ക് ആദ്യമായിട്ട് ഗോൾഡൊക്കെ കെട്ടി. അങ്ങനെ നല്ലൊരു ഡേ ആണ്. രാവിലെ ഇതാ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഫീൽ കേട്ടോ. കുറേ ആയല്ലോ മഴ പെയ്തിട്ട്, ഭയങ്കര ചൂടുമല്ലേ. അപ്പോൾ മഴ കാണുമ്പോൾ തന്നെ ഒരു സുഖം തോന്നിട്ടോ മനസ്സിന്. അപ്പോൾ ഞാൻ രാവിലെ ഇത് ജനലൊക്കെ തുറന്നിട്ട് AC ഒക്കെ ഓഫ് ചെയ്തിട്ട് ജനലൊക്കെ തുറന്ന് മഴ ഇങ്ങനെ കുറച്ച് നേരം ആസ്വദിച്ച് നിൽക്കുകയാണ്. ചെറുതായിട്ട് പെയ്യുന്നുള്ളൂ, എന്നാലും ഭയങ്കര ഒരു ഫീൽ കേട്ടോ. മുറ്റൊക്കെ നനഞ്ഞിങ്ങനെ കാണുമ്പോൾ, ഇലകളൊക്കെ നനഞ്ഞിങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ആ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ നിന്നു. പിന്നെ രാവിലെ തന്നെയാണ് കൊണ്ടുവരുന്ന ഉമ്മയും ഇവരൊക്കെ വന്നിട്ടുള്ളത്. ഉമ്മ, ഉപ്പ, നാത്തുമാരൊക്കെ ഉണ്ടായിരുന്നു. 3 നാത്തുമാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതാ കുളി കഴിഞ്ഞ് വന്ന ആ ടൈമിൽ തന്നെ കേട്ടോ ഇവർ എത്തിയിട്ടുള്ളത്. അപ്പോൾ ജോയിനെ എടുത്തിട്ട് അങ്ങനെ ഇരിക്കായിരുന്നു. പിന്നെ ഒരു കൊടുത്തിട്ടുള്ള ഗോൾഡൊക്കെ കെട്ടിക്കൊടുക്കുന്നതാണ്. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറയുന്നു ഉപ്പാനോട് നിങ്ങൾ കെട്ടിക്കൊടുത്തോളിന്ന്. അപ്പോൾ ഉപ്പ പറയണേ ജെന്നെ കെട്ടിക്കൊടുത്താൽ മതി എന്നൊക്കെ പറയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഉമ്മനാണ് ഇപ്പോൾ കെട്ടിക്കൊടുക്കുന്നത്. നാത്തൂനിതാ ജോയിനെ എടുത്തിട്ട് ഉമ്മാനെ കെട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടുള്ള സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ എൻ്റെ ഉമ്മാൻ്റെ വക വാങ്ങിയിട്ടുള്ള ആ ഒരു വള ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഗോൾഡ് ഇട്ടിക്കണെന്ന് നല്ല ചിരിച്ചു കിടക്കണ്ടല്ലോ.
അങ്ങനെ ഓരൊക്കെ പോയി. അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയത്തി അനിയനൊക്കെ വന്നിരുന്ന. അപ്പോൾ ഇന്ന് കൊണ്ടുവരുന്ന ഉമ്മയും പേരൊക്കെ കുറച്ച് നേരത്തെ ഇരുന്നിട്ട് രാവിലെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിലൊന്നും സിനുവിനൊന്നും വരാൻ പറ്റിയിട്ടില്ലായിരുന്നു, അവൾ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഗോൾഡ് കെട്ടുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ സോയിൻ്റെ കൈമലൊന്നും എടുത്തിട്ട് ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ എടുക്കാം. ഞാൻ പെടുന്ന സോയിൽ എടുത്തു. അപ്പോൾ ഞാൻ സോയിനെ ഉറക്കുന്നുണ്ട്. അവൾക്ക് ഇത്രയും നേരം ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് ഒരു സുഖം കിട്ടിയിട്ടില്ല കേട്ടോ ഉറങ്ങാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം അങ്ങനെ ഉറക്കുന്നതാണ്. പിന്നെ രാത്രി ഇതാ മൂത്തമ്മയും കുട്ടിപ്പി വന്നിരുന്നു. മുത്തമ്മാൻ്റെ മോനാണ്. അപ്പോൾ സിനുവിനും അനുവിനും കൊണ്ടുപോകാനായിട്ട് അങ്ങനെ വന്നിട്ടായിരുന്നു. വെല്ലിപ്പാൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് തിന്നലൊക്കെ ആക്കി കൊടുക്കാൻ വെച്ചിട്ട്. ഒരു പിന്നെ സിനുവിന് രാവിലെ ഇതേപോലെ ഇടയ്ക്ക് വരാറുണ്ട്. എൻ്റെ മദ്രസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറേ ടൈം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വരുന്നതാണ്. പിന്നെ വൈകുന്നേരം അതിൽ പോലുണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ മൂത്തമ്മ വരണ്ടേന്ന് പറഞ്ഞപ്പോൾ മൂത്തമ്മാന് വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ നിന്നതായിരുന്നു. അങ്ങനെ മൂത്തമ്മ പിന്നെ എത്തി. പിന്നെ അത് അവർ പോകാനായിട്ട് ഇറങ്ങി. മൂത്തമ്മ വന്ന് കുറച്ച് നേരം നിന്നാൽ പിന്നെ വേഗം ഇറങ്ങിയിട്ടു. രാത്രിയായപ്പോൾ കുറേ നേരം ഒന്നും നിന്നിട്ടില്ല, വേഗം ഇറങ്ങിയിരിക്കണം. അപ്പം അനിയത്തി വന്നാൽ അവൾക്ക് പിന്നെ ഇവിടുന്ന് ഇന്നൊരു കവർ നിറച്ച് സാധനം കൊണ്ടുപോകാനും ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ കഴിയാനായല്ലോ, അപ്പോൾ വീട്ടിലേക്ക് പോകാനായി തുടങ്ങി. അപ്പോൾ ഏകദേശം കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഓളെടുത്ത് കൊടുത്തേക്കലാണ് ഇപ്പോൾ. പിന്നെ അവരൊക്കെ പോയി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.